കർത്താവിൻ്റെ ധന്യ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു സന്ദേശവുമായി നിങ്ങളെ അതിസംബോധന ചെയ്യുവാൻ സർവശക്തനായ ദൈവം ജീവിതത്തിൽ അനുവദിച്ച വിലപ്പെട്ട സമയത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയും എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ സന്ദേശത്തിന് ആധാരമായി 2 ശമൂവേലിന്റെ പുസ്തകം 16-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. പക്ഷേ യഹോവ എൻ്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവൻ്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. ദൈവത്തിൻ്റെ ദാസനാകുന്ന ദാവീദ് അബീശായിയോടും തൻ്റെ സകല ഭൃത്യന്മാരോടും പറഞ്ഞ വാക്കുകളാണ് നാം ഇവിടെ വായിച്ചു കേൾക്കപ്പെട്ടത്. ദാവീദ് രാജാവ് പറയുകയാണ്, യഹോവ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. ഒരിക്കൽ ദാവീദ് രാജാവ് ബാഹൂർ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ശൗലിൻ്റെ കുലത്തിൽപ്പെട്ട ഗേരയുടെ മകൻ ഷിമി എന്നു പേരുള്ള ഒരുവൻ തന്നെ ശപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ധാരാളം ശാപവാക്കുകൾ ദാവീദ് രാജാവിനെതിരെ താൻ പറയുന്നതായിട്ട് നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ശിമെയി ധാരാളം ശാപവാക്കുകൾ മാത്രമല്ല, ദാവീദ് രാജാവിനെയും രാജഭൃത്യന്മാരെയും കല്ല് വാരിയെറിയുന്നതായിട്ടും നമുക്ക് ഈ ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ശിമെയി തന്നെ ശപിക്കുമ്പോഴും കല്ല് വാരി എറിയുമ്പോഴും ദാവീദ് സൗമ്യത പാലിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തൻ്റെ കൂടെയുണ്ടായിരുന്ന അബീശായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ദാവീദ് രാജാവ് അവിടെ സൗമ്യത പാലിക്കുമ്പോഴും പ്രതികരിക്കാൻ തയ്യാറാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ദാവീദ് രാജാവിനോടുള്ള തൻ്റെ അടങ്ങാത്ത സ്നേഹം നിമിത്തം താൻ ഇപ്രകാരമാണ് അവിടെ പറയുന്നത്, എൻ്റെ യജമാനനായ രാജാവിനെ ശപിക്കുന്നതെന്ത്? ഞാൻ ചെന്നവൻ്റെ തല വെട്ടിക്കളയട്ടെ. ദാവീദ് രാജാവ് നേരിടുന്ന ഈ പ്രയാസങ്ങൾക്കകത്തെല്ലാം സൗമ്യത പാലിക്കുമ്പോൾ അടങ്ങാത്ത തന്നോടുള്ള സ്നേഹം നിമിത്തം അബീശായി എന്ന് പറയുന്ന തൻ്റെ ഭൃത്യൻ പ്രതികരിക്കാൻ തയ്യാറാകുക. എന്നാൽ ആ സാഹചര്യങ്ങൾക്കകത്തെല്ലാം സൗമ്യതയോടെ നിൽക്കുന്ന ഒരു രാജാവിനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഈ ഭാഗങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്കും വിരോധമായി ഇത്തരത്തിലുള്ള ശാപവാക്കുകളാകട്ടെ, നമുക്ക് വിരോധമായുള്ള സംസാരങ്ങളാകട്ടെ, ശിമെയി എറിഞ്ഞ കല്ലേറുകൾ പോലുള്ള വാക്കുകൾ കൊണ്ടുള്ള കല്ലേറുകൾ നമ്മുടെ ജീവിതത്തിന് നേരെ വെളിപ്പെടുമ്പോഴും ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് സൗമ്യത കൈവരിക്കാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ പ്രതികരിക്കാൻ നമുക്ക് തോന്നിയെന്ന് വന്നേക്കാം, അല്ലെങ്കിൽ ഇന്നലകളിൽ അല്പസ്വല്പമെങ്കിലും നാം പ്രതികരിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ ഈ സാഹചര്യങ്ങൾക്കകത്ത് ഇന്ന് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ പറയട്ടെ, നാം പ്രതികരിക്കുകയല്ല, സൗമ്യതയോടെ നിൽക്കാനാണ്. എന്തുകൊണ്ടാണ് ദാവീദ് ഈ സാഹചര്യങ്ങൾക്കകത്ത് സൗമ്യത കൈവരിച്ചതെന്ന് നാം ചിന്തിച്ചാൽ ദൈവം എനിക്ക് നൽകിയ ചില ചിന്തകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഒന്നാമത്, ഇത് ദൈവത്താൽ സംഭവിച്ചു എന്നോ ഒരു ബോധ്യം ദാവീദ് രാജാവിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഭാഗത്തെ 2 പ്രാവശ്യം ദാവീദ് പറയുന്നുണ്ട്, യഹോവ അവരോട് കൽപ്പിച്ചിരിക്കുന്നു. 10-ാമത്തെ വാക്യത്തിലും 11-ാമത്തെ വാക്യത്തിലും ദാവീദ് രാജാവ് പറയുകയാണ്, യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. അതായത് ശിമെയി ഇതൊക്കെ ചെയ്യാൻ ദൈവമാണ് അവനോട് കൽപ്പിച്ചിരിക്കുന്നതെന്നാണ് ദാവീദ് രാജാവ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇതുപോലുള്ള ചില സാഹചര്യങ്ങൾ നമ്മുടെ നേരെ വെളിപ്പെടുമ്പോഴും നാം സൗമ്യത പാലിക്കണമെങ്കിൽ ദാവീദിനെ പോലെ നാം തിരിച്ചറിയണം, ഇത് ദൈവത്താലാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അത് തിരിച്ചറിഞ്ഞ ആ ബോധ്യമുണ്ടായ ദാവീദ് പറയുകയാണ്, ഈ ശിമെയി ഇതെല്ലാം ചെയ്യാൻ കാരണം ദൈവം അവനോട് കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് വിരോധമായി ഇതുപോലുള്ള ശിമെയിമാർ ഒരുപക്ഷെ ഇന്നും എഴുന്നേറ്റിട്ടുണ്ടാകാം. ഈ എഴുന്നേറ്റിട്ടുണ്ടാകുന്ന സാഹചര്യങ്ങൾക്കകത്ത് സൗമ്യതയോടെ നിൽക്കണമെങ്കിൽ നാം തിരിച്ചറിയണം, ദൈവത്താലാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇനി 2-ാമത്തെ കാര്യം നാം ആമെ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ദാവീദിന് നാളെയെക്കുറിച്ച് തനിക്ക് തന്നെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഒന്നും കൂടെ പറഞ്ഞാൽ, ദാവീദ് രാജാവിന് നാളെയെക്കുറിച്ച് നല്ലൊരു ബോധ്യം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് 12-ാമത്തെ വാക്യത്തിൽ താൻ പറയുകയാണ്, യഹോവ എൻ്റെ സങ്കടം നോക്കി. ഞാൻ ഈ നേരിടുന്ന പ്രയാസത്തിൻ്റെ അകത്ത് എൻ്റെ സങ്കടം നോക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ദാവീദിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ നേരിടുന്ന പ്രയാസത്തിനകത്ത്
താങ്ങാനാവാത്ത ദുഃഖം നിങ്ങളുടെ അകത്തുണ്ടാകാം, സങ്കടങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാകാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, താങ്ങാനാവാത്ത ദുഃഖവും സങ്കടങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുമ്പോഴും അതിൻ്റെ അകത്ത് നിങ്ങളെ നോക്കുന്ന, നിങ്ങളെ അറിയുന്ന ഒരു ദൈവം നിങ്ങൾക്കുണ്ട് എന്നൊരു തിരിച്ചറിവ് നിങ്ങളുടെ അകത്തുണ്ടാകണം. നിശ്ചയമായും ദാവീദിനും താങ്ങാനാവാത്ത ദുഃഖവും സങ്കടവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് താൻ പറയുന്നത്, യഹോവ എൻ്റെ സങ്കടം നോക്കി. പ്രിയമുള്ളവരെ, നിശ്ചയമായി നിങ്ങളുടെ സങ്കടങ്ങളെ നോക്കി നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ദാവീദ് പറയുകയാണ്, എൻ്റെ സങ്കടം നോക്കുന്ന ഒരു ദൈവമുണ്ട്. മാത്രമല്ല, എൻ്റെ സങ്കടങ്ങളെ നോക്കി ഇവൻ്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. ഒന്നും കൂടെ പറഞ്ഞാൽ, ഷിമയുടെ ഇന്നത്തെ ശാപം നാളത്തെ എൻ്റെ അനുഗ്രഹത്തിന് വഴിമാറുമെന്ന് ഒരു നല്ല കാഴ്ചപ്പാട് ദാവീദിനുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ശാപവും അപമാനവും കല്ലേറുകളും പ്രതിസന്ധികളുമെല്ലാം നാളത്തെ നിങ്ങളുടെ അനുഗ്രഹത്തിനാണെന്ന ഒരു കാഴ്ചപ്പാട്, തിരിച്ചറിവ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടാകട്ടെ. അങ്ങനെ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ അകത്തുണ്ടായാൽ നമുക്കും ദാവീദിനോടൊപ്പം ധൈര്യത്തോടെ പറയാൻ കഴിയും, യഹോവ എൻ്റെ സങ്കടം നോക്കി ശാപത്തിന് പകരം അനുഗ്രഹം എനിക്ക് നൽകും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ താങ്ങാനാവാത്ത സങ്കടങ്ങൾക്കും താങ്ങാനാകാത്ത ദുഃഖങ്ങളും ശാപങ്ങൾക്കും പകരം ദൈവം നിങ്ങൾക്ക് അനുഗ്രഹത്തെ നൽകാനിടയായിത്തീരും. ഈ സാഹചര്യങ്ങളെല്ലാം നിശ്ചയമായും ഒരു അനുഗ്രഹത്തിന് വഴിമാറുമെന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ ധൈര്യത്തോടെ നമുക്കും ദാവീദിനൊപ്പം വിളിച്ചു പറയുവാൻ കഴിയും, യഹോവ എൻ്റെ സങ്കടം നോക്കി ശാപത്തിന് പകരം അനുഗ്രഹം നൽകും. ആകയാൽ നമുക്ക് വിശ്വസിക്കാം, ദൈവത്തിൽ ഉറയ്ക്കാം, ഈ ശാപങ്ങളെല്ലാം അനുഗ്രഹത്തിന് വഴിമാറാൻ പോവുകയാണ്. സർവശക്തനായ ദൈവം നമ്മയെല്ലാം ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.